ആദ്യമായിട്ട് ക്നാനായ സമുദായത്തിന്റെ സെക്രട്ടറി ബഹുമാന്യനായ ടി.ഒ. എബ്രഹാം ഒരു വാക്കൊന്ന് ഇൻട്രൊഡക്ഷൻ പറയാം. അത് നമുക്ക് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എത്രയും പ്രിയപ്പെട്ട ഞാൻ എങ്ങനെ അഭിസംബോധന ചെയ്യുന്ന തരത്തില് ഷിബു ബ്രദറാണോ ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ അഭിസംബോധന ചെയ്യാം. ബ്രദർ ഷിബു ബ്രദറിനോട് എനിക്ക് പറയുവാനുള്ളത്, ക്നാനായ സമുദായം നൂറ്റാണ്ടുകളായിട്ട് എൻഡോഗമി കാത്തു സൂക്ഷിച്ചു വരുന്ന ഒരു സമുദായമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രധാന അതിനുള്ള എവിഡൻസ് എന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണ്. അപ്പം ബൈബിൾ അബ്രഹാമിന്റെ കാലം തൊട്ട് നമ്മൾ എൻഡോഗമി കാത്തു സൂക്ഷിക്കുന്നത്. അബ്രഹാമിന്റെ ഇസഹാക്കിനെ വധുവിനെ ഹാരാനിൽ പോയി തിരഞ്ഞെടുത്തു. അപ്പം അബ്രഹാം മക്കളോട് പറഞ്ഞു, ഇവിടുന്ന് കനാന്യ സ്ത്രീകളെ നിങ്ങൾ എടുക്കരുത്, നിങ്ങൾ എൻ്റെ സ്വന്തം ജനത്തിൽപ്പെട്ട ആളുകളെ വധുവായിട്ട് എടുക്കാവൂന്ന് പറഞ്ഞൊരു ഉപദേശം കൊടുത്തു. ആ ഉപദേശം പിന്നെ മോശയുടെ കാലത്ത് വന്നപ്പോൾ അതൊരു നിയമമായിട്ട് മാറി. പിന്നെ മക്കാബി ആ കാലഘട്ടങ്ങളിലോട്ട് വന്നപ്പോൾ അതൊരു മരണശിക്ഷയ്ക്ക് യോഗ്യമാണെന്ന് വരെ പറഞ്ഞു. അങ്ങനെ അബ്രഹാമിന്റെ കാലം തൊട്ട് വന്നു. ഇസ്ലാം ദേവാലയം ആ ഒരു വന്ന നസ്രായൻ എൻ്റെ കൂടെ വന്നപ്പോൾ യഹൂദ നസ്രാണികൾ എന്ന് വിളിക്കപ്പെട്ടു. യഹൂദ ദേവാലയം റോമ സാമ്രാജ്യം അവർ കത്തിച്ചപ്പോൾ നമ്മൾ അവിടുന്ന് പലായനം ചെയ്ത് ഡേസ അതുപോലെ തന്നെ അന്ത്യോക്യ സ്ഥലങ്ങളിൽ പോയി അവിടുന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി. ഇപ്പൊ ഇവിടെ വന്നിട്ട് 1679 വർഷമായി. ഇപ്പോഴും എൻഡോഗമി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നു. ഞങ്ങളൊരു അറിയാമല്ലോ എല്ലാവർക്കും, ഞങ്ങളൊരു ബ്ലഡ് റിലേഷൻ ഉള്ള ആൾക്കാരാണ്. ഇതിന്റെ ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തി അതിന്റെ ഒക്കെ വേറെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബ്ലഡ് റിലേഷൻ ഉള്ള ആൾക്കാരായ ഇതൊരു സമുദായമാണ്, സഭയല്ല. സഭ വേറെ, സമുദായം വേറെ. ക്നാനായ സമുദായം എന്ന് പറയുമ്പോൾ ആ സമുദായത്തിന് ഒരു ഭരണഘടനയുണ്ട്. അത് 1882 ആ ഭരണഘടനയ്ക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അന്ന് കേരളത്തിലെ എനിക്ക് തോന്നുന്നു ക്രൈസ്തവ സഭയിൽ ആദ്യം കമ്മിറ്റി ഉണ്ടാക്കിയത് വെളിനാട് സ്തേഫാനോസ് ദേവാലയത്തിലെ 1882 10 വൈദികർ കൂടി അന്നൊരു അൽമായ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. ഇ എം ഫിലിപ്പ് എന്ന് പറയുന്ന ആളാണ് അന്ന് ആദ്യത്തെ അൽമായ സെക്രട്ടറി. അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിട്ടും ഏതാണ്ട് 25 വർഷം ഇരുന്ന സമയത്താണ്. അങ്ങനെ അദ്ദേഹം ഒരു കമ്മിറ്റിയിലെ ഒരു ഭരണഘടന അല്ലെങ്കിൽ അതിന് പറയുന്നത് കുറെ സെക്ഷനുകൾ കൊണ്ടുവന്നു. അത് 1912 അത് അമെന്റ് ചെയ്തു. 1918 വീണ്ടും അമെന്റ് ചെയ്തു. 1952 അമെന്റ് ചെയ്തു. 1959 അമെന്റ് ചെയ്തു. ഒടുവിലെ 2003 ഭരണഘടനയാണ് ഇപ്പം കോടതികളെല്ലാം പറഞ്ഞിരിക്കുന്നത്. 2003 ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ്. അതിനിടയിൽ ഒരു അസോസിയേഷൻ 2013 എന്ന് പറയുന്ന ഒരു ഭരണഘടന പാസ്സായി എന്ന് പറഞ്ഞു. ഐക്യകണ്ഠ്യ പാസ്സായി എന്ന് പറഞ്ഞ ഒരു ഭരണഘടന കുറെ ആൾക്കാർ പാസ്സാക്കി. അതിപ്പോ കോടതി സ്റ്റേ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 2003 ഭരണഘടന അനുസരിച്ചാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ സമുദായത്തിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ആ ഭരണഘടന അനുസരിക്കുന്നില്ല എല്ലാവരും. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എന്റെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കാം. ഇപ്പൊ ക്നാനായ സമുദായ മെത്രാപ്പൊലീത്ത, ഞങ്ങളുടെ മെത്രാപ്പൊലീത്തായിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പാത്രികീസ് ബാബ, സക്കാപ്രധാൻ പാത്രികീസ് ബാബ വലിയ മെത്രാപ്പൊലീത്ത സ്ഥാനവും ആർച്ച് ബിഷപ്പ് സ്ഥാനവും അദ്ദേഹത്തിന് കൊടുത്തു. ആ സ്ഥാനം ഇപ്പോൾ അവിടെ അമേരിക്കയിലെ 3-4 ദേവാലയങ്ങളിൽ അമേരിക്കയിലെ അവിടെ മേഖലയിൽ ഉണ്ടായിരുന്ന മെത്രാപ്പൊലീത്ത വൈദികരെ ദേവാലയങ്ങളിൽ വിട്ടുകൊടുക്കാതെ ഇരുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ നിവേദനം ഞങ്ങളുടെ സമുദായ മെത്രാപ്പൊലീത്തായിക്കും ക്നാനായ കമ്മിറ്റിക്കും ഒക്കെ തന്നു. അതനുസരിച്ച് അവിടെ അവിടെ ഉണ്ടായിരുന്ന വൈദികർക്ക് സമുദായ മെത്രാപ്പൊലീത്ത കൽപ്പന കൊടുത്തു. അവിടെ നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് അവിടെ പോയി ചൊല്ലി കൊടുക്കണം, അവരുടെ ആത്മീയ കാര്യം നടത്തി കൊടുക്കണം. ശനിയായ സാറ്റർഡേയോ സൺഡേ ഈവനിങ്ങോ എവിടെയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 വൈദികരെ അവിടെ പോയി. അതിന്റെ പേരിൽ ആ 2 സ്ഥാനം എടുത്ത് മാറ്റി. ഇപ്പോഴത്തെ പാത്രികീസ് ബാബ എടുത്ത് 2 സ്ഥാനം മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പിന്നെയും വരികയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 2003 ഭരണഘടന അനുസരിച്ച് പോകണമെന്ന് ആണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് പാത്രികീസ് ബാബ 4 മെത്രാച്ചന്മാരെയും ക്നാനായ സമുദായ ട്രസ്റ്റി സെക്രട്ടറി ഞാൻ ഉൾപ്പെടെ അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധികളും എല്ലാം കൂടെ അവിടെ 2019 സിറിയയിൽ പോയി ഇവിടെ ലെബനോനിൽ പോയി ചർച്ച നടത്തി. അപ്പൊ അമേരിക്കയിലോട്ട് ഒരു കമ്മീഷനെ വിട്ട് അവിടുത്തെ വിഷയങ്ങൾ തീർക്കാൻ ബാബ പറഞ്ഞു. അവിടുത്തെ വിഷയങ്ങൾ തീർക്കാൻ ഒരു കമ്മീഷനെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കമ്മീഷനെ വിട്ടു. ഇന്ത്യയിലോട്ട് കമ്മീഷനെ വിടാമെന്ന് പറഞ്ഞു. ആ കമ്മീഷനെ വിട്ടിട്ടുമില്ല, ഇതുവരെയായിട്ടും വിട്ടിട്ടില്ല. അമേരിക്കയിലെ കമ്മീഷൻ വിട്ട് അവിടുന്ന് അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ടൊക്കെ ബാബായ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കമ്മീഷൻ ഒന്നും വരാതെ തന്നെ ഒരു 15 നിർദ്ദേശം ഞങ്ങളുടെ 4 മേഖലകളായിട്ട് തിരിച്ചായിരുന്നു അസോസിയേഷൻ തിരിച്ചപ്പോൾ ആ മേഖലകളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് ഒരു 15 നിർദ്ദേശ കൽപ്പന വന്നു. ഇൻഡിപെൻഡന്റ് മേഖലകളായിട്ട് അതിനെ മാറ്റിക്കൊണ്ടാണ് പാത്രികീസ് ബാബ കൽപ്പന അയച്ചത്. അങ്ങനെ ആ കൽപ്പന വന്നപ്പോൾ ആ കൽപ്പനയ്ക്കെതിരായിട്ട് സമുദായ സ്നേഹികൾ കോടതി കേസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ കേസിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ സമുദായ മെത്രാപ്പൊലീത്ത ഇവിടെ ക്രിസ്ത്യൻ സഭകളുടെ എല്ലാ എക്യൂമിനിസത്തിലൊക്കെ അദ്ദേഹം പോകാറുണ്ട്. KCC എന്ന് പറയുന്ന സംഘടനയുണ്ട്, അതിന്റെ അത് ഭാരവാഹിയായിട്ടുണ്ട്, അവിടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിലയ്ക്കൽ എക്യൂമിനിക്കില്
അങ്ങനെയൊക്കെ പോകുമ്പോൾ ക്രൈസ്തവ സഭകളിലെ വർത്തമാന സഭ, ഓർത്തഡോക്സ് സഭ, കത്തോലിക്ക സഭ, യാക്കോബായ സഭ, അങ്ങനെ വിവിധങ്ങളായ സഭകളുണ്ട്. ആ സഭകളുടെ മേലധ്യക്ഷന്മാരുമായിട്ട് പങ്കിടും, അവർ സംസാരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം കോട്ടയത്തെ കാതോലിക്ക ബാബ പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ സെമിനാരി ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല, ചെമ്മാശനായ സമയത്ത് ഞാൻ കോട്ടയത്ത് നിങ്ങളുടെ അപ്പേ സെമിനാരി കണ്ടു, എനിക്കിത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബാബ, അവിടെ വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വൈകിട്ട് അവിടെ വന്നു. ഉടനെ നമ്മൾ അങ്ങനെ ചെയ്യുമല്ലോ, ഒരു സെമിനാരി വന്നപ്പോൾ സന്ധ്യാസമയമായിരുന്നു. അപ്പൊ അവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് പോയി. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞിട്ട് സമുദായ മെത്രാപ്പോലീത്തായെ പത്രീസ് ബാബ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷനെതിരായിട്ട് ഇപ്പോൾ കോടതി പോയി കേസ് കൊടുത്തു. ആ സസ്പെൻഷൻ കോടതി സ്റ്റേ ചെയ്തു, മുനിസിപ്പൽ കോടതി സ്റ്റേ ചെയ്തു, ജില്ലാ കോടതി സ്റ്റേ ചെയ്തു, ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അവിടുന്ന് അവർ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അതിന്റെ ഹൈക്കോടതിയിലോട്ട് തിരിച്ചുവിട്ടിരിക്കുകയാണ്. അത് അതിന്റെ ഇഷ്യൂ ഫ്രെയിം ചെയ്ത് താഴത്തെ കോടതിയിലോട്ട് കൊടുക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതി പെൻഡിങ്ങിലാണ്. ലീഗലായിട്ട് പത്രീസ് ബാബയുടെ കൽപ്പന സ്റ്റേ ചെയ്യേണ്ട സ്ഥിതി വന്നു. അത് തന്നെയല്ല, സസ്പെൻഡ് ചെയ്തതിന് ശേഷം സസ്പെൻഷന്റെ വന്ന ഉടനെ തന്നെ സമുദായ മെത്രാപ്പോലീത്ത അദ്ദേഹം ഒരു അപ്പോളജി എഴുതി പത്രീസ് ബാബയ്ക്ക് കൊടുത്തു. അപ്പോളജി എഴുതി കൊടുത്ത് 24 മണി സസ്പെൻഷൻ വന്നപ്പോൾ എല്ലാ ആൾക്കാരെല്ലാം കൂടെ അവിടെ സെമിനാരിയിൽ തടിച്ചുകൂടി. അപ്പം സമുദായ മെത്രാപ്പോലീത്ത പറഞ്ഞ ആരോടും ഒന്നും ഒരു പ്രകോപനം ഉണ്ടാക്കരുത്, എനിക്ക് 24 മണിക്കൂർ സമയത്ത, ഞാനൊരു അപ്പോളജി ബാബായോട് ആവശ്യപ്പെടുന്ന അപ്പോളജി എഴുതി. ആ അപ്പോളജി എഴുതി കൊടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം 24 മണിക്കൂറിനകം ഞങ്ങൾ ഓർത്ത് അപ്പോളജി സ്വീകരിച്ച് അത് പിൻവലിക്കുമെന്നാണ് ധരിച്ചിരുന്നത്. എന്നാൽ അതിന് മറുപടിയായിട്ട് വന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു സഹായ മെത്രാച്ചനെ അവിടെ നിയമിച്ചതായിട്ടാണ് ഒരു കൽപ്പന വന്നത്. ആ സഹായ മെത്രാച്ചനെ അവിടെ നിയമിച്ചു കഴിഞ്ഞിട്ട് ആ സഹായ മെത്രാച്ചനെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ചാർജ് എടുത്തതായിട്ടും, ഞാൻ ആ കൽപ്പന വന്നപ്പോൾ തന്നെ അദ്ദേഹം ചാർജ് എടുത്തതായിട്ടും ജ്ഞാനായ അസോസിയേഷൻ കൂടാതിരുന്നത് ഞങ്ങൾ നിരോധിച്ചുകൊണ്ടുമൊക്കെ ഒരു 3 കൽപ്പന അദ്ദേഹം ഉടൻ തന്നെ ഇറക്കി. കോടതിയിൽ കേസ് പെൻഡിങ് ആയിരുന്നു, കോടതി അത് ഉടൻ തന്നെ അത് സ്റ്റേ ചെയ്തു. പിന്നെ ഇങ്ങനെ കേസുകൾ ഇങ്ങനെ കോടതിയിൽ ഇപ്പം സമുദായ മെത്രാപ്പോലീത്ത ഏറ്റവും ഒടുവിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ പറയുന്നത്, അല്ലെങ്കിൽ സഹായ മെത്രാച്ചന്മാർ പറയുന്നത്, സമുദായ മെത്രാപ്പോലീത്ത അപ്പോളജി ചെയ്ത് മാറി നിൽക്കണം, എന്നിട്ട് ചർച്ചയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പല പ്രാവശ്യം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയ്ക്ക് ഒരു പ്രാവശ്യം അവർ വന്നു, പിന്നെ പല പ്രാവശ്യം വിളിച്ചിട്ട് അവർ വന്നിട്ടില്ല. അതിനിടയിൽ നമ്മുടെ യാക്കോബായ സഭയിലെ കാതോലിക്ക ബാബ ഇതിന് മുൻകൈ എടുത്തു. 4 പ്രാവശ്യം അവിടെ ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി. സമുദായത്തിന്റെ ട്രസ്റ്റി സെക്രട്ടറി, അതുപോലെ തന്നെ അസോസിയേഷൻ പ്രസിഡന്റ്, ഒരു പ്രാവശ്യം സമുദായ മെത്രാപ്പോലീത്തായി പോയി. അപ്പൊ അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞത്, ആദ്യം തന്നെ അപ്പോളജി ചെയ്ത് മാറി നിൽക്കണം, അതിനുശേഷം മാത്രമേ ഉള്ളൂ ചർച്ച ചെയ്യുന്നുള്ളൂ പറഞ്ഞു. അത് കഴിഞ്ഞൊരു അസോസിയേഷൻ വന്നു. അങ്ങനെ അപ്പോളജി എഴുതി കൊടുത്ത് മാറി നിൽക്കുന്ന ഒരു സംവിധാനമില്ല, ചർച്ച ചെയ്ത് വിഷയങ്ങൾ തീർക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് നിൽക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സമുദായത്തിലെ വിഷയത്തിന്റെ ഒരു പ്രധാന സിറ്റുവേഷനിൽ ഇപ്പൊ നിൽക്കുന്ന കാര്യം. ഞാൻ ചുരുക്കിയത് പറഞ്ഞു മാത്രം. ഓക്കെ. അപ്പൊ ജ്ഞാനായ സമുദായ സെക്രട്ടറി ആദരണീയനായ ടിഒ എബ്രഹാം അവർ ഒറ്റ ശ്വാസത്തിൽ വലിയ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമുക്കൊരു വാക്ക് പറയുവാൻ നമ്മുടെ അഡ്വക്കേറ്റ് സന്ദീപ് എബ്രഹാം അവരെ ക്ഷണിക്കുകയാണ്. സന്ദീപ് എബ്രഹാം പറഞ്ഞത്. യെസ് ബ്രദർ. ഇതിൽ മാറ്റർ സബ് ജുഡിസ് കോടതി മുമ്പാകെയാണ്. അവരൊരു ഒത്തിരി മാൽ പ്രാക്ടീസസ് ആണ് അൺഫോർച്ചുനേറ്റ്ലി. ഒരു സഭയുടെ ബിഷപ്സ് എന്ന് പറയുമ്പോൾ, ഒക്കെ പറയുമ്പോൾ, ദേ ആർ സപ്പോസ് ടു ബി വെരി ഓണസ്റ്റ് ഇൻ ദർ വർക്ക്. ദി ക്രിസ്ത്യാനിറ്റി ഈസ് ടു ബി സീൻ ഇൻ ദ ഡീഡ്, നോട്ട് ഇൻ ദി പ്രേയേഴ്സ് അലോൺ. ആ പ്രേയേഴ്സ് ടു ഹാവ് ഇൻഫ്ലുവൻസ് ദി പേഴ്സണാലിറ്റി. ഇവിടെ നടന്നിരിക്കുന്നത് വെച്ചാൽ ഫ്രോഡുലന്റ് ഡോക്യുമെന്റ്സ് ആണ് ഇവർ കോടതിയിൽ ഫയൽ ചെയ്ത് കോടതിയിൽ മിസ്ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇൻഫാക്ട് ഹൈക്കോടതിയിലെ ഹിയറിംഗ് നടന്നുകൊണ്ടിരുന്നപ്പം ബിഹൈൻഡ് ദ ബാക്ക് ആ സൂട്ട് തന്നെ സ്റ്റേ ചെയ്യിക്കാൻ അതേ ജഡ്ജിയെ കൊണ്ട് അവർ മിസ്ഗൈഡ് ചെയ്ത് ഓൾമോസ്റ്റ് സക്സീഡ് ചെയ്ത്. പിന്നെ ഞങ്ങളത് പോയിന്റ് ഔട്ട് ചെയ്തപ്പം ജഡ്ജി ആപ്പയുടെ അപ്സെറ്റ് ആയി ദാറ്റ് ഫ്രോഡ് ഇസ് ബീങ് കമ്മിറ്റഡ് ഓൺ ദി കോർട്ട് ആൻഡ് ദാറ്റ് വാസ് ഡിസ്മിസ്ഡ്. പിന്നെ ഇപ്പം അവർ സുപ്രീം കോടതിയിൽ പോയി ഒന്നുകൂടെ കേൾക്കണമെന്ന് കൊണ്ട് വന്നപ്പം വീണ്ടും ഒരു മാൽ പ്രാക്ടീസ് അവിടെ വന്നിട്ടുണ്ട്. സുപ്രീം കോടതി അപ്രൂവ് ചെയ്തു എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഇസ് ആക്ച്വലി കോട്ടയം സബ് കോടതി സെറ്റസൈഡ് ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് അവർ ഫയൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് വി ഹവ് ഫൗണ്ട് ദി കോർട്ട് റെക്കോർഡ്സ്, കോട്ടയം സബ് കോർട്ടിലെ റെക്കോർഡ്സ് കിട്ടി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻവാലിഡ് ആണ് ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള ജഡ്ജ്മെന്റ്. അപ്പം ഹൗ ക്യാൻ ദി ബിഷപ്സ് ട്രൈ ടു ഫൂൾ ദി കോർട്സ്, ചീറ്റ് ദ കോർട്സ്? അതുപോലെ ഇപ്പം സിറിയ എന്ന പേട്രിയാക്കിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരു ബിഷപ്പിനെ എഴുന്നള്ളിപ്പിച്ചായിരുന്നു കഴിഞ്ഞ വീക്കെൻഡിൽ. അതും സമുദായത്തിന്റെ ഒഫീഷ്യൽ മെട്രോപൊളിറ്റൻ ഇൻചാർജ് സമുദായം ഇൻവൈറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ എംബസിക്ക് ഒരു ഫോൾസ് അഫിഡവിറ്റ് ആണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ സമുദായ മെത്രാപ്പൊലീത്ത പോലും അറിഞ്ഞിട്ടില്ല ഇവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്നുള്ള. സോ ദർ ഇസ് എ പാരലൽ അഡ്മിനിസ്ട്രേഷൻ ബീങ് ക്രിയേറ്റഡ്. They don't care for the judiciary, they don't care for civil society. They only care for their own selfish needs. We are waiting for the courts to take a decision on what has happened. ഒരു കണ്ടംപ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഫർദർ ലിറ്റിഗേഷൻസ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ട്രൂത്ത് ഹാസ് ടു പ്രിവെയിൽ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വി വോണ്ട് ടു ബി സ്ട്രീറ്റ് സ്മാർട്ട് ആൻഡ് സംഹൗ ഗെറ്റ് എ ജഡ്ജ്മെന്റ് ബൈ ഹുക്ക് ബൈ ക്രൂക്ക്. അതൊക്കെ ഒരു ക്രിസ്ത്യൻ സ്പിരിറ്റ് അല്ലല്ലോ. നമ്മൾ when we are dealing with the church, we should be as honest as possible. ഇവിടെ unfortunately that is the last priority.
let us see. Let God and let justice prevail. ഓക്കെ. അപ്പോൾ ക്നാനായ സമുദായത്തിന്റെ ഇന്നത്തെ ഈ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് സമുദായ സെക്രട്ടറിയും സമുദായത്തിൽ നിൽക്കുന്ന ഒരു അഭിഭാഷകനും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്.